പേര് പറഞ്ഞു അബ്ദുൽ നാസർ എന്നാണ്, മലപ്പുറം സ്വദേശിയാണ്. ഇങ്ങനെ ഒരു ചെറിയ കഫ്റ്റീരിയ നടത്തുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി പിന്നെ നമ്മളെ സാറിന്റെ ഈ ഒരു പ്രോഗ്രാം കാണുകയും ഒരു ഇന്റർവ്യൂ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത്. രാവിലെ മുതൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഈ ഒരു പ്രോഗ്രാം ഫീൽ ചെയ്തു. പിന്നെ അറിയാത്ത പല കാര്യങ്ങളും പഠിക്കാനും ഒന്നും കൂടി നല്ല രീതിയിൽ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു 40 വർഷം മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ മാർക്കറ്റിംഗിന്റെ എക്സ്പീരിയൻസ് സ്വയമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസിലുപരി ഒരാളുടെ ഒരു പിന്നെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഉപദേശത്തിനനുസരിച്ച് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്തു പോകാൻ, പ്രത്യേകിച്ച് ബിരിയാണി പോലുള്ള ഒരു സംഭവം ഒരുപാട് പഠിക്കാനുണ്ടെന്നും മനസ്സിലായി. അത് പുതിയ പുതിയ രീതികൾ അപ്ലൈ ചെയ്തുകൊണ്ട് പിന്നെ സാറ് കൊണ്ടുവന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു നെറ്റ്വർക്കിൽ ഒരു ഭാഗം ആവണം എനിക്ക്. ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് കടയിൽ ഒരു ബിരിയാണി വെക്കുക, ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശം ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ചർച്ച ചെയ്യാനും കൂടി ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് ഇത് സാറ് പറഞ്ഞത് വലിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നമ്മളൊരു ഭാഗമായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ കഴിയും. കാരണം ഒരു വലിയൊരു സെൻട്രലൈസ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറെ സർവീസുകൾ കിട്ടും. ആ സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനം. ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത സർവീസുകളാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ ഒരു ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഗുണം നമുക്കും കൂടി അനുഭവിക്കാൻ പറ്റും. പിന്നെ നേരത്തെ കൂടെ പറഞ്ഞു നമ്മളെ സ്ഥാപനത്തില് ഇപ്പോ ഒരു ദിവസം ഫുഡ് ബിസിനസ് ആണല്ലോ, കയറ്റിറക്കങ്ങൾ നല്ലോണം ഉണ്ടാവും ബിസിനസ്സിൽ. ഇന്ന് ചിലപ്പോൾ തീരെ കസ്റ്റമർ ഇല്ലാത്തൊരവസ്ഥ വരും. ഞാനാണെങ്കിൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനം ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ഈ നെറ്റ്വർക്കിലുള്ള ആളുകളേക്ക് ബന്ധപ്പെട്ട് എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് നമുക്ക് പാസ് ചെയ്യാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംവിധാനമാണ്. ആ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, എല്ലാവർക്കും കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് പിന്നെ പറ്റുന്നവരൊക്കെ സഹകരിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ടീമായിക്കൊണ്ട് നമുക്കൊരു കുടുംബം പോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാ ആശംസകളും ഞാൻ ഈ സ്ഥാപനത്തിന് പറയണം. ഭക്ഷണങ്ങളൊക്കെ റിവ്യൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം, ഇപ്പൊ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി ഉണ്ടാക്കിയാൽ ഒരു ബിരിയാണി, അതിന് ബിരിയാണി ഞാൻ പേര് പറയണു, സാറുണ്ടാക്കി സാറിന്റെ ബിരിയാണിക്ക് സാറിന്റെ ബിരിയാണിന്റെ പേരിടണു, വേറൊരാളുണ്ടാക്കിയ വേറൊരു ബിരിയാണി. അത് ഒരേ തൂക്കത്തിലും അളവിലും നമ്മൾ ചെയ്താൽ പോലും വ്യത്യസ്ത ടേസ്റ്റിലാണ് ഫുഡ് വരിക. ഫുഡിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്.